ഇന്ത്യയിലെമ്പാടും നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനത്തിന് ചരട് വലിക്കുന്നത് കേരളത്തിലെ സഭകളാണെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് കെ.പി. ശശികല. സമയം ശരിയല്ലാത്തതുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ മതപരിവർത്തനത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടുനിൽക്കുന്നത്. തൊഴിൽ കടത്തിന്റെ പേരിൽ സഭകൾ തട്ടിക്കുന്ന പണത്തിന്റെ അളവ് അന്വേഷിക്കണം. അതിനുള്ള തെളിവുകൾ കയ്യിലുണ്ടെന്നും ശശികല അവകാശപ്പെട്ടു. ന്യൂസ് 18 Q18 ശശികലയുടെ പ്രതികരണം. പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകൾ ഇത്തരം നീക്കങ്ങൾ വീടുകളിൽ വന്ന് ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട സഭകൾ ആ പ്രവർത്തനം നടത്തുന്നില്ല. ഇപ്പോൾ അടിവരയിട്ട് പറയണം. കാരണം ആധുനിക കാലത്തിനനുസരിച്ച് മാറാൻ അവർ നിർബന്ധിതരാവുകയോ അല്ലെങ്കിൽ അവർ അതിനുള്ള മനസ്സ് കാണിക്കുകയോ ചെയ്തു. പ്രധാനപ്പെട്ട സഭകൾ ഇത്തരത്തിൽ ഇന്ന് സുവിശേഷ കേരളത്തിൽ വരുന്നില്ല. ഛത്തീസ്ഗഡിൽ പോയത് ആരായിരുന്നു? ഏത് സഭയുടെ ആളുകളായിരുന്നു? അത് കേരളം അത് അംഗീകരിക്കില്ല എന്നതുകൊണ്ട് മാത്രമല്ല, കേരളത്തിൽ കുഞ്ഞാട് മോഷണം ക്രൈസ്തവ സഭ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. കാരണം ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകൾ അവരിൽ നിന്നും കുഞ്ഞാടുകളെ മോഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കത്തോലിക്കരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കുഞ്ഞാടുകളെ മോഷ്ടിക്കാൻ ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകൾ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു? അത് ഈ പ്രധാന സഭകൾ ഇപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എങ്കിലും ഈ തരത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിൽ ഇവരുടെ കൈകളുണ്ട്. അതിനെ തള്ളിപ്പറയാൻ ഇവർ തയ്യാറല്ല എന്നുള്ളിടത്ത് അത് ഇപ്പം സമയം ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കണതാണോ എന്ന ഭയം ഞങ്ങൾക്കുണ്ട്. അതിനു പകരം പെന്തക്കോസ്ത് സഭകൾ വ്യാപകമായി പരിശ്രമം നടത്തുമ്പോൾ ഒരു കാലത്ത് അവർ എതിർത്തിരുന്നു. 2008 ഞങ്ങളിരുന്ന് ചർച്ച ചെയ്തതാണ്. ഈ തൊഴിൽ കടത്തിൻ്റെ പേരിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് തൊഴിലാളികളെ സംഭാവന ചെയ്തുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ ഉണ്ടാക്കുന്ന പണം എത്രയാണ് എന്നുള്ളത് അന്വേഷിക്കാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ അത്തരം കാര്യങ്ങളുടെ പുറകെ ഞങ്ങൾ വേണ്ടത്ര തെളിവുകൾ കിട്ടിക്കൊണ്ടാണ് പറയുന്നത്. ബി.ജെ.പി. ന്യൂനപക്ഷ പ്രീണനത്തിന് നടക്കരുതെന്ന പരോക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി മുൻ പ്രസിഡന്റ് കെ.പി. ശശികല. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും നോക്കി ജനങ്ങളെ വേർതിരിക്കാൻ നടക്കരുത്. ആരെങ്കിലും സോപ്പിട്ട് വോട്ട് കിട്ടാൻ നടക്കരുത്. ശരിയോ തെറ്റോ അറിയാതെ കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ ഓടാൻ എല്ലാവരും ഉണ്ടായി. ശബരിമല പ്രക്ഷോഭകാലത്ത് തനിക്കെതിരെ കള്ളക്കേസുകൾ എടുത്തപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും അനങ്ങിയില്ലെന്നും ശശികല Q18 പറഞ്ഞു. ബി.ജെ.പി. എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ഗ്രിപ്പ് മോശമാക്കില്ല. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതേതുമാകട്ടെ പക്ഷങ്ങൾക്കതീതമായല്ലേ പ്രവർത്തിക്കേണ്ടത്? ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഇവിടുത്തെ പൗരന്മാരല്ലേ? അവർക്കെല്ലാം തുല്യമായ അവകാശാധികാരങ്ങളല്ലേ വേണ്ടത്? അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങൾ അവരോടൊപ്പം നിൽക്കും. ഏതെങ്കിലും പക്ഷമല്ല നമ്മളോടൊപ്പം നിൽക്കേണ്ടത്. ആരെങ്കിലുമൊക്കെ സോപ്പിട്ടാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ അസുഖത്തെയല്ലേ കാണിക്കണത്? അതിന് ചികിത്സ വേണം. ന്യൂനപക്ഷത്തെയോ ഭൂരിപക്ഷത്തെയോ പ്രീണിപ്പിച്ചുകൊണ്ടല്ല ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകേണ്ടത്, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏറ്റവും അധികം കേസുകൾ ചാർജ് ചെയ്ത സ്ത്രീ എന്നുള്ളൊരു റെക്കോർഡ് തനിക്കായിരിക്കും എന്നൊരു മാധ്യമം പറഞ്ഞു. പാവപ്പെട്ട കന്യാസ്ത്രീകൾ എന്തിങ്ങനെ ഒപ്പിച്ചു പാടുന്നവരോട് എന്നതടക്കം പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടി ഇത് ഈ പറയുന്നത് ബി.ജെ.പിയോടാണോ? എല്ലാവരോടും എല്ലാവരോടുമാണ് പറയുന്നത്. എല്ലാവരോടും ഹിന്ദു ഐക്യവേദി പറയുന്ന അവർക്ക് കേൾക്കാം. പക്ഷെ നിങ്ങൾ പറയുന്നതിനകത്ത് ബി.ജെ.പി അല്ല, എല്ലാവരോടും തന്നെയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവരെ മോചിപ്പിക്കാൻ അപരാധിയാണോ നിരപരാധിയാണോ എന്ന് ഇവിടെ ഇരുന്ന് തീരുമാനിച്ച് അവരെ മോചിപ്പിക്കാനും നേരിട്ട് കാണാനും ഇവിടുന്ന് പോവാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല. ഒരു പക്ഷേ പറഞ്ഞ വ്യഭിചാരം ഒഴിച്ചുള്ള എല്ലാ വകുപ്പുകളും, വധശ്രമം, അല്ലെങ്കിൽ വധിക്കാനുള്ള ഇങ്ങനെ എല്ലാ വ്യത്യസ്തമായ വകുപ്പുകളാണ് എനിക്കെതിരെ ഡോക്ടർ സെൻകുമാർ അല്ലെങ്കിൽ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ സാറ്, SDR കുമാർജി ഞങ്ങൾക്കൊക്കെ ചാർത്തിയത്. ഒരു രാഷ്ട്രീയക്കാർക്കും അസ്വസ്ഥത ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയും സമീപിച്ചിട്ടുമില്ല. ഞങ്ങളുടെ കേസൊന്ന് പിൻവലിച്ചു തരണമെന്ന് പറയാൻ ഞങ്ങൾ ആരെയും സമീപിച്ചിട്ടില്ല. എന്തായാലും ഇന്നത്തെ ദിവസവും വരും ദിവസങ്ങളിലും എല്ലാം വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന പ്രതികരണങ്ങളാണ് ശശികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ന്യൂസ് 18 Q18 അഭിമുഖത്തിലായിരുന്നു ഈ പ്രതികരണം വന്നിട്ടുള്ളത്. എന്തായാലും വരും ബുള്ളറ്റിനുകളിൽ അടക്കം നമുക്ക് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യണം. സഭകളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും എല്ലാം പ്രതികരണം ഈ വിഷയത്തിൽ തേടേണ്ടതുണ്ട്.